നിങ്ങൾ മാധ്യമങ്ങൾ ചില അജണ്ടകൾ പ്ലാൻ ചെയ്യാറുണ്ട്, അതനുസരിച്ച് നിങ്ങൾ പ്രവർത്തിക്കാറുണ്ട്. യഥാർത്ഥത്തിൽ ഞാൻ ഇന്നലെ നിയമസഭയിൽ ഉന്നയിച്ച കാര്യങ്ങളെന്ന് പറയുന്നത് ആക്കുളം പുനരുജ്ജീവന പദ്ധതി നടപ്പിലാക്കുന്നതിൽ ചില ഉദ്യോഗസ്ഥർ കാണിക്കുന്നതായിട്ടുള്ള അനാസ്ഥയെ സംബന്ധിച്ച് ഉള്ളതാണ്. ആക്ച്വലി ഈ ഗവൺമെൻറ് വന്നതിന് ശേഷം, രണ്ടാം പിണറായി ഗവൺമെൻറ് വന്നതിന് ശേഷമാണ് ഈ പദ്ധതിക്ക് ജീവൻ വെച്ചത്. ഞാൻ അതിനകത്ത് സൂചിപ്പിച്ച പല കാര്യങ്ങളിലും ശക്തമായിട്ടുള്ള നിലപാട് സ്വീകരിച്ചത് ഇപ്പോഴത്തെ മന്ത്രിയാണ്, ശ്രീ മുഹമ്മദ് റിയാസാണ്. ഞാൻ അതിനകത്ത് പറഞ്ഞൊരു കാര്യമുണ്ട്, ഒരു സ്വകാര്യ കൺസൾട്ടൻറ്റിനെ അവിടെ വെക്കുകയുണ്ടായെന്ന് പറഞ്ഞു. അത് യഥാർത്ഥത്തിൽ മിനിസ്റ്റർ അറിയാതെ വെച്ചതാണ്. അക്കാര്യം അദ്ദേഹത്തിൻ്റെ ശ്രദ്ധയിൽ, എൻ്റെ ശ്രദ്ധയിൽ തന്നെ പെടാൻ ഏതാണ്ട് 8-10 മാസക്കാലം വേണ്ടി വന്നു എന്നുള്ളത്. ഇങ്ങനെ ഒരു സ്വകാര്യ ഏജൻസിയെ കൺസൾട്ടൻ്റായിട്ട് നിയമിച്ചിരിക്കുന്നു എന്നുള്ള കാര്യം എൻ്റെ ശ്രദ്ധയിൽ വരാൻ തന്നെ കുറേയേറെ വൈകി. എൻ്റെ ശ്രദ്ധയിൽപ്പെട്ട ഉടൻ തന്നെ ഞാൻ അദ്ദേഹത്തിൻ്റെ ശ്രദ്ധയിൽപ്പെടുത്തി. വേറൊന്നും നോക്കിയില്ല, ആ സ്വകാര്യ ഏജൻസിയെ, കൺസൾട്ടൻ്റായിട്ട് കുറച്ച് കാലമായിട്ട് പ്രവർത്തിച്ചിരുന്ന ഏജൻസിയെ അദ്ദേഹമാണ് പിരിച്ചുവിട്ടത്. ക്യാബിനറ്റിൽ ഈ വിഷയം കൊണ്ടുപോയത് അദ്ദേഹമാണ്, ക്യാബിനറ്റിൻ്റെ അംഗീകാരം വാങ്ങിച്ച അദ്ദേഹമാണ്. ചില ഉദ്യോഗസ്ഥന്മാർ ഈ പദ്ധതിയെപ്പറ്റി നമ്മൾ മനസ്സിലാക്കുമ്പോഴത്തേക്ക് ഇതിന് ഏതെങ്കിലും ഒരു മുൻ പരിചയമില്ല. വേറെ ഏതെങ്കിലും ഒരു പ്രദേശത്ത് ഇതുപോലൊരു പദ്ധതി നടപ്പിലാക്കിയതിൻ്റെ മുൻ പരിചയമില്ല. അതിൻ്റേതായിട്ടുള്ള ചില പ്രശ്നങ്ങൾ ഉദ്യോഗസ്ഥന്മാർ അലട്ടുന്നുണ്ട്. ഇത് നടപ്പിലാക്കിയാൽ എങ്ങനെയിരിക്കും, ഭാവിയിൽ എന്താകും, അതിൻ്റെ എല്ലാം ഭാഗമായിട്ട് ചില ഉദ്യോഗസ്ഥന്മാർ ഈ പദ്ധതി നടപ്പിലാക്കാതിരിക്കാനുള്ള കാര്യങ്ങൾ ചെയ്യുന്നുണ്ടായിരുന്നു. ഞാൻ മന്ത്രിയായിരുന്ന കാലത്തോ ചെയ്തിട്ടുണ്ട്. അതിനെല്ലാം മറികടന്നുകൊണ്ടാണ് ഈ പദ്ധതി നടപ്പിലാക്കുന്നത്. നമ്മുടെ തലസ്ഥാനത്തെ സംബന്ധിച്ച് ഗുണകരമായിരിക്കും. ഈ പ്രോജക്റ്റുമായിട്ട് ക്യാബിനറ്റിൽ പോയതും ഈ പ്രോജക്റ്റിന് വേണ്ടി വാദിച്ചതും എല്ലാം തന്നെ റിയാസാണ്, ഇന്നത്തെ മന്ത്രിയാണ്. ഞാൻ യഥാർത്ഥത്തിൽ വീണ്ടും ചില ഉദ്യോഗസ്ഥന്മാർ അതിനകത്ത് ഉടക്ക് വെക്കുന്നതായിട്ട് എനിക്ക് തോന്നിയുകൊണ്ട് നിയമസഭയിൽ അത് അവതരിപ്പിച്ചു എന്നുള്ളത് മാത്രമേ ഉള്ളൂ. അദ്ദേഹമാണ് യഥാർത്ഥത്തിൽ ഈ പ്രോജക്റ്റ് നടപ്പിലാക്കുന്നത്. അദ്ദേഹവും ഞാനും തമ്മിൽ എന്തോ തർക്കം, അല്ലെങ്കിൽ ഞാൻ അദ്ദേഹത്തെ വിമർശിക്കുകയാണ്. നിങ്ങൾ കണ്ടെത്തിയ ഒരു കാര്യം മാത്രമാണത്. നിങ്ങൾ യഥാർത്ഥത്തിൽ അനാവശ്യമായിട്ടുള്ള വിവാദമൊന്നും ഉണ്ടാക്കാനായിട്ട് നിൽക്കേണ്ട യാതൊരു കാര്യവുമില്ല. ഇത് നമ്മുടെ ജില്ലയുടെ പ്രശ്നമാണ്, നമ്മുടെ നഗരത്തിൻ്റെ പ്രശ്നമാണ്. ഈ ഗവൺമെൻറ്റിൻ്റെ ഇച്ഛാശക്തിയുടെ ഒരു പ്രതിഫലനമായിട്ട് വരുന്നൊരു കാര്യമാണ്. കടകംപള്ളിയും റിയാസും തമ്മിൽ യാതൊരു പ്രശ്നവുമില്ല.